ഈ ഫയറിംഗിലാണ് ഇതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് നമുക്ക് 10 mm ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലവർ പറയുന്നത് ലാഭമാണ് പറയും, ചിലവർ പറയും നഷ്ടമാണെന്ന് പറയുന്നവർ ഇതിനെ കുറിച്ച് അറിയില്ല, അതിന്റെ ക്വാളിറ്റി അറിയില്ല അല്ലെ. ഇതിനകത്ത് ഇനി പ്ലാസ്റ്ററിംഗ് വരുന്നില്ല, ഫുൾ എക്സ്പോസ്ഡ് ആണ്. അതായത് ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. ഇത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കോണിൽ 45 ചെയ്തിട്ട് ചെയ്യാം അല്ലെ. ഇതിന്റെ ഗുണം എന്താ വെച്ചാല് ലിൻഡൽ ആവുമ്പോഴേക്ക് അല്ലെങ്കിൽ മെയിൻ സ്ലാബ് ആവുമ്പോഴേക്ക് വയറിംഗിന്റെ വെർട്ടിക്കൽ പൈപ്പിംഗ് കംപ്ലീറ്റ് കഴിയും. അത് വലിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കുത്തിപ്പൊളി പരിപാടി ഇല്ല. അത് നിങ്ങൾ നാളെ വന്നിട്ട് കിട്ടൂല. അത്ര സ്ട്രെങ്ത്തിൽ വെക്കും. 1 ലക്ഷം ബ്ലോക്ക് ഒരു ദിവസം മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനം. അതായത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കാണുന്ന ഫോർത്തേം ബ്രിക്ക്. ഇതിന്റെ ഒരു മേജർ പോയിന്റ് ഇതിന്റെ പ്രൈസാ. ചെങ്കല്ല് മാർക്കറ്റിൽ നിന്ന് വളരെ ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ ഇത് വില കൊടുത്ത് വാങ്ങണോന്നുള്ള ചോദ്യം ചോദിക്കില്ല ആൾക്കാർ. ബ്ലോക്കിൽ എന്നാണ് മാനുഫാക്ചർ ചെയ്യുന്ന ഡേറ്റ് വരെ പ്രിന്റഡ് ഡേറ്റ് ഇവിടുന്ന് അടിച്ച് ഈ ഓരോ ലെയറുകൾ പാസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഹീറ്റ് ഇല്ലാതായി പോകും. ചെതള് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. ക്ലേ ആവുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോർത്തേം ബ്രിക്കിനെ കുറിച്ചാണ്. വീട് പണിയാൻ ഏത് കട്ടയാ നല്ലത് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തരം മെറ്റീരിയൽ വീട് പണിയാൻ. അതിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും ക്വാളിറ്റി ഇല്ലാത്തതും ചെലവ് കൂടിയതും ചെലവ് കുറഞ്ഞതൊക്കെ ഉണ്ട്. ഫോർത്തേം ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചൂട് കുറക്കാനും വെയിറ്റ് കുറക്കാനും നല്ല ക്വാളിറ്റി കൂട്ടാനും വീടിന് ഡിസൈനിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫോർത്തേം ബ്രിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ തന്നെയാണ്. ഇവിടെ വർക്കേഴ്സ് വീട് പണിതുകൊണ്ടിരിക്കുക. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. ഈ ഒരു ഭാഗത്ത് ഇനി പടവ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? സിമ്പിളാണോ പടുക്കാൻ? സിമ്പിൾ ആണല്ലേ? അതിൻ്റെതായിട്ടുള്ളൊരു റിസ്ക് ഉണ്ടാവും. ഇപ്പോൾ ഇത് ചെങ്കല്ല് പടവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യുമ്പോൾ ചെങ്കല്ലിനെക്കാട്ടിലും കുറച്ചും കൂടി ശ്രദ്ധ വേണം. ഓക്കെ, ശ്രദ്ധ വേണം അല്ലേ? ഇതൊന്ന് ബ്ലോക്ക് വെച്ച് നമ്മൾ വ്യൂസിന് എങ്ങനെ അതിൻ്റെ ഒരു വർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓ ഓക്കെ, കറക്റ്റ് നമുക്ക് 10 mm ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചെങ്കല്ലിന് ഒരു പോക്ക അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, എന്നാലും ഒരു ലെവലിങ് 4 ഭാഗം ഒരുപോലെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പോകണം. ഇപ്പോൾ ഇതിൻ്റെ വർക്കിൽ ഇപ്പോൾ എന്താണ് ഈസി? ഇത് ഈസി ആണോ അതോ എന്താ വീട്ടുകാരന് ഇത് ലാഭമാണോ എന്നുള്ളത് എങ്ങനെയാ അറിയാം? ഇത് ചിലവർ പറയുന്നത് ലാഭമാണ് പറയും, ചിലവർ പറയും നഷ്ടമാണെന്ന് പറയുന്നവർ ഇതിനെ കുറിച്ച് അറിയില്ല, അതിന്റെ ക്വാളിറ്റി അറിയില്ല അല്ലെ. അതിന്റെ എന്തുകൊണ്ട് ഇത് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലാകുക ഭാവിയിലായിരിക്കും. ചിലപ്പോ വീടിനകത്തേക്ക് കയറുമ്പോ ചൂട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു മെറ്റീരിയലാണ് ചൂട് കുറവുണ്ടാവും. അതുപോലെ ഈസി ആയിട്ട് ലേബർ വർക്ക് നടക്കും, ഫിനിഷിങ് നടക്കും, വീട് കാണാൻ ഭംഗിയുണ്ടാവും. എല്ലാം ഭംഗിയുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വേണ്ട, പിന്നെ പെയിന്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ കൂടെ എഞ്ചിനീയർ നസീമാണുള്ളത്. ഹായ്. നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള വർക്ക് അല്ലേ? മലപ്പുറത്ത് നമ്മൾ 2-3 സൈറ്റ് വിസിറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു സൈറ്റ് അടിപൊളിയായിട്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇങ്ങനെ ഒരു സ്റ്റേജ് വേണമെന്ന് പറയാൻ കാരണം നമ്മളെ വ്യൂവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് എന്ന്. ഇപ്പൊ ഇത് കുറെ ഏരിയ ലിൻഡൽ ഹൈറ്റ് ആയി തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോ അത് കണ്ടല്ലേ, നമ്മള് കണ്ട പോലെ തന്നെ സാധാ രീതിയിൽ നോർമൽ ആയിട്ടുള്ള പടവ് തന്നെയാണ്. ചെങ്കല്ല് പടുക്കുന്ന പോലെ തന്നെയാണോ? അങ്ങനെ തന്നെ ആ രീതിയിലാണ് ഇത് വെക്കുന്നത് അല്ലെ? 6 ഇഞ്ച് വിടത്തിലാണോ 8 ഇഞ്ച് വിടത്തിലാണോ ഇപ്പൊ പോകുന്നത്? ഇവിടെ ഇത് 8 ഇഞ്ചിന്റെ കട്ടയാണ്. 8 ഇഞ്ചിന്റെ കട്ടയാണ്. അപ്പൊ 2 ഭാഗം 8 തന്നെ വരും അല്ലെ? 6 വരുന്ന ബ്ലോക്ക് ഇല്ലേ ഇതില്? 6 ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനൊക്കെ യൂസ് ചെയ്യുന്നത് 6 വെയിറ്റ് കുറക്കാന്നുള്ള ഉദ്ദേശം. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 6 ഇഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതില് നമ്മൾ ഈ സിമെന്റ് ചാന്ത് കൂടുതലായിട്ട് വരുമോ കുറയാ ചെയ്യാ കല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ? കുറയാ ചെയ്യാം അല്ലെ? കാരണം അതിന്റെ ഫിനിഷ് ഏകദേശം ലെവലാണ്. അതുപോലെ ഈ ഗ്രോ ഉള്ളത് കൊണ്ട് ഒന്നുകൂടി ഗ്രിപ്പ് കിട്ടും. ഒരേ സ്മൂത്ത് ആയി എല്ലാം പക്ക വാട്ടർ ലെവലാവും. ലെവലത്തെ പോലെ അല്ല അല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇതൊരു ഡിസൈൻ ഉദ്ദേശിച്ച് ചെയ്താണോ? ഉള്ളിലേക്ക് നമ്മളത് അതെ കുറച്ച് കാണാൻ ഭംഗിയുണ്ടല്ലേ കുറച്ചും കൂടി. ഇത് 10 mm ഇതുള്ളത് എല്ലായിടത്തും 10 mm ഗ്രൂ ഉണ്ടാവും. അതായത് ഈ സിമെന്റ് ചാന്ത് 10 mm ഉണ്ട് അല്ലേ? നമ്മള് സ്പേസർ ഇട്ട പോലെ സ്പേസർ തന്നെയാണ്. പിന്നെ ഇതിന് ഇങ്ങനെ കർവുള്ളതുണ്ട്. നമ്മൾ ഈ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോ ഒരു
എന്തായാലും ചെറിയൊരു 4 mm വ്യത്യാസം ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് അത് കാണാനൊരു ഭംഗി കൂടിയാണ്. അതെ അതെ, ആ ഡിസൈൻ അങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ഇനി പ്ലാസ്റ്ററിംഗ് വരുന്നില്ല, ഫുൾ എക്സ്പോസ്ഡ് ആണ്. അതായത് ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. ഈ ഒരു ഭാഗത്തൊക്കെ ഫിനിഷിംഗ് കഴിഞ്ഞു. ഇതെന്താ ഇവിടെ ഇങ്ങനെ റെസസ് ചെയ്ത് 2 സൈസ്? ഇതൊരു ഷെൽഫിന് ഒരു ഇന്റീരിയറിന് ചെയ്യാൻ വേണ്ടിട്ട് സംഗതിയാണ്. ഓക്കെ, ഇത് 2 സൈസ് 4 ഇഞ്ചാണ്, 4 ഇഞ്ചാണ്, 8 ഇഞ്ചാണ്, 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ഓക്കെ. ഓ, ഇങ്ങനെ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെ എങ്ങനെയാ വരുന്നത്? ബുദ്ധിമുട്ടൊന്നുമില്ല. ചെങ്കല്ല് പണിയുന്ന അതേ സ്റ്റൈലിൽ തന്നെ അതിനെക്കാട്ടും സ്മൂത്ത് ആയിട്ട് കുറച്ചുകൂടി. പക്ഷെ സമയം എടുക്കും. സമയം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, എല്ലാ ലൈനും വാട്ടർ ലെവലായിരിക്കും, എല്ലാം വാട്ടർ ലെവലാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഈ കോണിനെ കുറിച്ചാ അല്ലെ. ഇത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കോണിൽ 45 ചെയ്തിട്ട് ചെയ്യാം അല്ലെ. അതായത് സാധാരണ ബ്ലോക്ക് കട്ട് ചെയ്യുമ്പോ ഇതുപോലെ ഹോളാണല്ലോ വരുന്നത്, ഇവിടെ ഹോളിൽ എൻഡ് ചെയ്യുന്നില്ല. 45 നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്ത് നിർമ്മിച്ചിട്ട് ഫിക്സ് ചെയ്യാണോ? അവിടെ നിന്ന് ഉണ്ടാക്കിയതിനു ശേഷം ഫിക്സ് ചെയ്യാം അല്ലെ. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇതേപോലെ കോംപ്ലിക്കേഷൻ വരുമോ? ഇല്ല, എല്ലാ കോർണറിലും വരും അല്ലേ. ഇവിടെ ഓക്കെ, ഇതുപോലെ ആളുകൾക്കുള്ള ഡൗട്ട് അതായിരിക്കും എപ്പോഴും. ഈ ഹോള് നമ്മൾ ഫില്ല് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അതെ, ഇതില് നമ്മള് പകുതിയോളം ഫില്ല് ചെയ്തിട്ടാണ് ഇത് സാധനം ചെയ്യുന്നത്. ഫില്ല് ചെയ്യുന്നുണ്ട്, അതല്ലാതെ വെറുതെ അല്ലേ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു അതൊക്കെ അതിനു വേണ്ടി സെറ്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ. ഫില്ല് ചെയ്ത ബോക്സ് പോലെ തോന്നുന്നു. അതെ, അത് കണ്ടില്ലേ. ആഹാ, അതുപോലെ ഡോറ് വരുന്ന ഏരിയകളിലൊക്കെ എൻഡ് ഇതുപോലെ ഫില്ല് ചെയ്യും. ആ രീതിയിലാണ് വരിക. ഇനി വാതിൽ കട്ടിലൊക്കെ അവിടെ സെറ്റ് ആയി തോന്നുന്നു. ഇതിപ്പോ സാധാരണ മരത്തടിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കണമെങ്കിൽ കട്ടിങ് കാര്യങ്ങളൊന്നും ഈസിയാണ്. ഓക്കെ, അപ്പോ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന സംശയങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു. നിങ്ങളിപ്പോ കണ്ടില്ലേ ഈ 4 ഇഞ്ചിൽ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ഏരിയകൾ പോലും അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ ഇല്ല. ഇനി ഇതിന്റെ ഉള്ളിലൂടെ വയറിംഗ് ചെയ്യണമെങ്കിലുള്ള ടെൻഷൻ ഉണ്ടാവോ? ഇല്ല, നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ വയറിംഗ് ചെയ്തു പോകണ്ടില്ലേ. പൈപ്പ് ഇറക്കി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോകും. ആ പൈപ്പിന്റെ വർക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലർക്ക് ഉണ്ടാവുന്നേ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. ഈ ഒരു ബ്ലോക്കിൽ ഈസിയാണ് പൈപ്പ് ഇറക്കാൻ, ഇങ്ങനെയല്ലേ പോവാന്ന്. പക്ഷെ നമ്മൾ ബ്ലോക്ക് ഇങ്ങനെയാ വെക്കുന്നത്. അപ്പോ നമ്മള് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് നിർബന്ധമാണ്. നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാല് സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ ഈ ഭാഗത്ത് പൈപ്പ് വരുന്നുണ്ട്. ഈ ബെഡ് സ്വിച്ച് ഉള്ള ഇവിടെ വന്നിട്ടുണ്ട്, അവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൂടെ പൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് ലിൻഡൽ ആവുമ്പോഴേക്ക് അല്ലെങ്കിൽ മെയിൻ സ്ലാബ് ആവുമ്പോഴേക്ക് വയറിംഗിന്റെ വെർട്ടിക്കൽ പൈപ്പിംഗ് കംപ്ലീറ്റ് കഴിയും. പിന്നെ വയറിംഗ് മാത്രമേ ഉണ്ടാവും, വയർ വലിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ കുത്തിപ്പൊളി പരിപാടി DB അടക്കം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടാ പോകും. ഫിറ്റ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഫോർത്ത് ബ്രിക്കില്. ഇത് ഇതിന്റെ VP എന്നുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. നമ്മള് മംഗലത്തൊക്കെ VP ആണ് ചെയ്തിട്ടുള്ളത്. തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഒരു ഷേപ്പിനല്ല വേറെ എന്തെങ്കിലും രീതിയിൽ വ്യത്യാസം? കുറച്ചും കൂടിയും നമ്മളെ ഇത് കൂടുന്നാണ് കമ്പനി പറയുന്നത്. സ്ട്രെങ്ത് കൂടും. അതാണ് ലോഡ് എടുക്കുന്നത് കൂടുന്ന പറയുന്നത്. ലോഡ് ബെയറിംഗ് മാറും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ പടവിന്റെ രീതി കേട്ടോ. ഇതിന്റെ എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അത് ഒരേ ലെവലിൽ തന്നെ ചെയ്യും. 10 mm ആവും. 10 mm ചെയ്യും അല്ലെ. അതിനുശേഷമാണ് ഈ ബ്ലോക്ക് ഫിക്സ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന് ഈ ഹോളുള്ള ഭാഗം ഇടക്കുള്ളത് ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്യും. അപ്പൊ മൊത്തത്തിലൊരു ജോയിന്റിങ് എല്ലാം സാധാ. ഇത് നിങ്ങൾ നാളെ വന്നിട്ട് പൊളിച്ചാ കിട്ടൂല, അത്ര സ്ട്രെങ്ത്തിൽ നിൽക്കും. പിന്നെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് കല്ല് കയറി നിൽക്കാൻ ജോയിന്റ് നിൽക്കാൻ വേണ്ടിട്ട്. കാരണം ഇതൊരു ഡൗട്ടിന്റെ മേലെ നിർത്തിയതായിരുന്നു വിൻഡോസിന്. വിൻഡോസിന്റെ ഡൗട്ട് എന്നാ ക്ലിയർ ചെയ്ത് അപ്പൊ അതിന് വേണ്ടിട്ട് കുട്ടിപ്പിടുത്തത്തിന് വേണ്ടത് അത് ചെയ്തതാണ്. എവിടെ പോയാലും ഒരു ഇതും കാണില്ല, കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ പോകുന്ന മാതിരി തോന്നുന്നു. അതെ, കണ്ടിന്യൂറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോ ഇവിടെ ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തെ വർക്കാണ്? സാധാരണ കല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവില്ല. നമ്മളൊന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യണം തോന്നുന്നു അല്ലേ. ഓക്കെ, ഫോർത്ത് ബ്രിക്കിന്റെ കേരള സെയിൽസ് മാനേജറായ രഞ്ജിത്താണ് കൂടെ ഉള്ളത്. ഹായ് സർ. നമസ്കാരം. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫോർത്ത് ബ്രിക്ക്. സാധാരണ മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് സിമിലർ. അതില് നമുക്ക് ഈ ചൂളക്ക് വെക്കാതെ എടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് റെഡ് കളർ തന്നെ ഉണ്ടാവും, എന്നാൽ ഇതുപോലെ ക്വാളിറ്റി കിട്ടിക്കോളണമെന്നില്ല. എന്താണ് ഈ ഒരു ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? ഇതിന്റെ മേജർ റീസൺസ് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് അതിന്റെ കമ്പനി, ഇത് വീനബർഗർ എന്ന് പറയുന്ന കമ്പനി ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ക്ലേ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയാണ്. 32 രാജ്യങ്ങളിലുണ്ട്, 192
132 പ്ലാന്റോളം ഉണ്ട്. ബാംഗ്ലൂരാണ് ബേസ്? ലോകത്ത് എല്ലായിടത്തും വെച്ച് ഞാൻ പറഞ്ഞത് 32 രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ പ്ലാന്റ് ഉള്ളത് കുനികൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, പൊറോത്തം ബ്ലോക്ക് മാനുഫാക്ചർ ചെയ്യുന്ന. ഓഫീസ് വരുന്നത് റിച്ച്മണ്ട് റോഡ്, അവിടെയാണ് ഓഫീസും വരുന്നത്. റിച്ച്മണ്ട് റോഡ്. ഓക്കെ. അപ്പം അത് ഒരു റീസൺ, ഇത്രയും ഹെറിറ്റേജ് ആയ ഒരു ബ്രാൻഡ്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളുടെ പ്ലാന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റാ. ഏകദേശം 1 ലക്ഷം ബ്ലോക്കിന്റെ അടുത്ത് ഒരു ദിവസം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 1 ലക്ഷം ബ്ലോക്ക് ഒരു ദിവസം മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനം അല്ലേ? ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ രാജ്യത്തേക്കും കയറ്റി വിടുന്ന എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് ഒക്കെ നമ്മൾ അതാ ഞാൻ പറഞ്ഞ, നമുക്ക് ഈ ലോകത്ത് 192 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തിലും ഏകദേശം പ്ലാന്റ് ഉണ്ട്. ചില രാജ്യങ്ങളിൽ 1-2 പ്ലാന്റുകൾ ഉണ്ട്. എനിക്ക് അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇന്ത്യ മാത്രമാണ് കേറ്റർ ചെയ്യുന്നത് നമ്മൾ. ഓക്കെ. ഇതിനകത്ത് ഇതിന്റെ ഒരു ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്ലേ തന്നെയാണല്ലോ. ഈ എല്ലാ രാജ്യത്തും ഒരുപോലെ ഇത് അവൈലബിൾ ആണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു? എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന മുമ്പ് അവര് അത് ചെക്ക് ചെയ്യും, മെറ്റീരിയൽ അവൈലബിലിറ്റിയുടെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാനുണ്ട്. ഇപ്പൊ മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അഗ്രികൾച്ചർ ഫീൽഡ്, അതായത് പാടങ്ങളോ അവിടെ നിന്നൊന്നും നമ്മൾ മെറ്റീരിയൽ എടുക്കത്തില്ല. അങ്ങനെ ചെയ്യുന്ന കാരണമാണ് ഇതൊരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ആണെന്നും പറയും. നമ്മൾ ഒരിക്കലും നേച്ചറിനെ ഹാം ചെയ്തിട്ടല്ല പ്രോഡക്റ്റ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ശരിക്കും ക്ലേ ടാങ്ക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഹെക്ടർ കണക്കിനുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചറിന്റെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക്സ് ആണിത്. അപ്പൊ ഈ കുറെ നാൾക്ക് ശേഷം ഈ മെറ്റീരിയൽ വന്നിട്ട് അടിഞ്ഞുകൂടും. എന്നിട്ട് ഇത് ഡീസിൽറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. എന്നപ്പോൾ നമ്മൾ ടോപ്പ് സോയിൽ മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള സോയിൽ എടുത്തിട്ട് പിന്നെ തിരിച്ച് ടോപ്പ് സോയിൽ വെക്കും. അങ്ങനെ ഒരിക്കലും ഹാംഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, നേച്ചറിനെ ഹാംഫുൾ ആയിട്ട് ഒന്നും. അതായത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കാണുന്ന ഫോർത്തേം ബ്രിക്ക്. അത് പ്രോഡക്റ്റ് മാത്രമല്ല, അത് പ്രോസസ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഇതിലാണ്. നമ്മൾ IGBC റേറ്റഡ്, ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ റേറ്റഡ് ആണ്, ഗ്രഹ റേറ്റഡ് ആണ്. അപ്പം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ഞങ്ങളുടെ പ്ലാന്റിൽ തന്നെ ആണെങ്കിൽ കൂടുതലും നേച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത് മാനുഫാക്ചറിങ്. ഓക്കെ. ഇവിടെ ഇനി ലാബേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പോലും ഈസി ആയിട്ട് ഇത് എടുത്ത് നോക്കുന്നുണ്ട് അല്ലേ? ഒരു ലാറ്ററൈറ്റ് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പറ്റില്ല അല്ലേ? ഇപ്പൊ ലാറ്ററൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പൊ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമല്ലേ? അതെ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന, എനിക്ക് ഇപ്പം ഞാൻ സാധാരണ രീതിയിൽ പറയുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും തടിയുള്ള ആൾക്കാണ് ബലം എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല അല്ല അല്ല. അതേപോലെയാണ് ഇതിൽ കംപ്രസീവ് സ്ട്രെങ്തിലാണ് ഇരിക്കുന്നത്. ബലം എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞു, ഇതേപോലത്തെ ഒരു കമ്പനി ആയ കാരണം ഇതെല്ലാം ബാക്ക്ഡാ ടെസ്റ്റ് റിപ്പോർട്ട്സ്. അതും തേർഡ് പാർട്ടി, നമ്മുടെ മാത്രമല്ല വെളിയത്തുള്ള ലാബ്സിന്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ട്സും ഇതിനെ ബാധകമാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ബ്ലോക്കിലും എന്നാണ് മാനുഫാക്ചർ ചെയ്യുന്ന ഡേറ്റ് വരെ പ്രിന്റഡ്. എല്ലാ സൈറ്റിലേക്കും പോകുമ്പോൾ വെവ്വേറെ ഡേറ്റ് ആയിരിക്കും. അത് എന്തിനാണ് ആ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഈ സൈറ്റിൽ വന്നിരിക്കുന്ന ഈ ബ്ലോക്ക്, നിങ്ങൾ പറയുന്ന ഈ ഡേറ്റിലെ ബ്ലോക്കിന്റെ ആ അഗൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞ ലാറ്ററൈറ്റിൽ കിട്ടത്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ. ശരിയാണ്. ലാറ്ററൈറ്റ് പല ഏരിയയിലും പല ക്വാളിറ്റി. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ലാറ്ററൈറ്റ് സംസാരിച്ച കാരണം ഞാൻ പറയുകയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് ഇത്ര ഉള്ള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇപ്പൊ ഇത് കട്ട് ചെയ്ത് അല്ലേ 1.5 ഇഞ്ച് കനത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പമുള്ളതാണ്, ജാളിയായിട്ടൊക്കെ യൂസ് ചെയ്യാം സൈസിൽ. അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ ഇതിന്റെ തന്നെ ഹാഫ് ബ്ലോക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, യൂസ് ചെയ്യാം. കമ്പനിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തും വരുന്നുണ്ട്, പകുതി കട്ട് ചെയ്തും വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. അത് വേണം ജാളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജാളി പർപ്പസിന് ഉപയോഗിക്കാൻ നേരത്തെ കാര്യം ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 8 ഇഞ്ച് ഇത് കിട്ടും. സാധാരണ ജാളിയിൽ 4 ഇഞ്ച് കുറവായിരിക്കും. അങ്ങനെയും വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈസുകൾ ഒന്ന് പറഞ്ഞു കൊടുത്താലോ നമുക്ക്? ഇത് 8 ഇഞ്ചാണ്. ഇത് 3 സൈസിലാണ് അവൈലബിൾ വരുന്നത്. ഇതിന്റെ ലെങ്തും ഹൈറ്റും കോൺസ്റ്റന്റാ. ലെങ്ത് വരുന്നത് 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 16 ഇഞ്ച്, ഹൈറ്റ് വരുന്നത് 8 ഇഞ്ച്. 8 ഇഞ്ചാണ് വ്യത്യാസം വരുന്ന വീതിയില. 4 ഇഞ്ച് വീതിയിലുണ്ട്, 6 ഇഞ്ച് വീതിയിലുണ്ട്, 8 ഇഞ്ച് വീതിയിലുണ്ട്. അങ്ങനെ 3 സൈസിൽ അവൈലബിൾ ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇത് കൂളിംഗ് തന്നെയാണോ? ഇത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യാൻ മെയിൻ റീസൺ തെർമൽ ഇൻസുലേഷൻ. ഏകദേശം 5 to 7 ഡിഗ്രിയോളം വ്യത്യാസം വരുന്നുണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനെ വെച്ച്. അതിനകത്ത് ക്ലേ ആണ്, നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഒന്ന് അടുത്ത് നമുക്ക് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഹീറ്റ് ഇവിടുന്ന് അടിച്ച് ഈ ഓരോ ലെയറുകൾ പാസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഹീറ്റ് ഇല്ലാതായി പോകുന്നു. അതായത് എയർ എന്ന് പറയുന്ന ഒരു ബാഡ് കണ്ടക്ടറാണ്. ഇത് പെർഫറേറ്റഡ് ഹോൾ, അതാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ അനുസരിച്ച് ഇവിടെ വന്നിട്ട്
ചൂട് വന്ന് ഇടിച്ചെന്ന് വരും. അത് കഴിഞ്ഞ് ഇവിടെ എയർ പെട്ടെന്ന് പോകത്തില്ല, ട്രാൻസ്ഫർ ആകത്തില്ല. ഒരു കാരണവശാലും ഈ സൈഡിലേക്ക് എത്തുന്നില്ല. അത് തന്നെയാണ് ഇതിന്റെ ബേസ് ഐഡിയ. പിന്നെ അതെ, അതേപോലെ തന്നെ നമുക്ക് ഈവൺ ഞാൻ പറഞ്ഞില്ല എല്ലാം ബാക്ക്ഡ് റിപ്പോർട്ട്സ് ഉണ്ട് ഇതിന്റെ. ഈവൺ നമ്മുടെ ഈ കാൽക്കുലേഷൻ ഉണ്ട്, എന്തുമാത്രം ഇലക്ട്രിസിറ്റി ഇപ്പൊ AC ഉപയോഗിക്കും, എന്തുമാത്രം സേവിങ്സ് ഉണ്ട്, അതിന്റെ ഒക്കെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് AC ഉള്ള റൂമില് കൂളിംഗ് നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ അഡ്വാൻറ്റേജ്. കൂടുതലായിട്ട് നമുക്ക് എന്താ ലോഡ് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതാണ് ഇതിന്റെ ഒക്കെ തന്നെ റൂം തണുക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു കളർ കണ്ടിട്ടാ. നല്ല കളറാണ് അല്ലെ, എക്സ്പോസിഡിന് ഏറ്റവും ആപ്റ്റ് ആണ് ഈ ഒരു മോഡൽ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ എക്സ്പോസിഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നല്ല. എത്ര ഡിഗ്രി വരെ ഇത് ഹീറ്റ് ചെയ്തിട്ടാ ഈ ഒരു പ്രൊഡക്റ്റ്? ഈ പ്രോഡക്റ്റിന് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹീറ്റിംഗിലിരിക്കുന്ന ഇത് നിയർലി 1000 ഡിഗ്രി സെൽഷ്യസിലാണ് ഫയറിംഗ് നടക്കുന്നത്. അത് കാരണം ഈ പറഞ്ഞ ഈ ഫയറിംഗിലാണ് ഇതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പല പ്രൊഡക്റ്റുകളും റെഡ് ബ്രിക്ക് ലെവലിൽ വരുന്നത് ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ട് വരുന്നതല്ല. അത് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം. കൂടുതൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് വന്നേക്കാം. ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. അതാ, പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ, ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ തീരെ കുറവാണ്. എല്ലാവരും ക്ലേ ആണ്. ക്ലേക്ക് ശരിക്കും പറഞ്ഞ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് ബ്രിക്കിന് IS സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 20% ആണ് പറയുന്നത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ആണ് ISC പറയുന്നത്. ഇതിന്റെ അത് ഏകദേശം 13% വരുന്നത് വാട്ടർ അബ്സോർപ്ഷൻ. അപ്പോൾ മഴവെള്ളം നനഞ്ഞ ഒരു പ്രശ്നമില്ല. അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തന്നെയാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആക്ച്വലി ഇതിന്റെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഇത് ക്ലേ ആയിരുന്നു. ക്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ബിഹേവിയർ കൂടുതലാണ്. ഞാനിപ്പോ സാധാരണ രീതി പറയുവാണ്, ടെക്നിക്കലായിട്ട് പറയുമല്ല. നമ്മുടെ വീട്ടിൽ ചട്ടി നമ്മൾ ഉണക്കാൻ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. കാര്യം ഇതിന്റെ ഓപ്പൺ പോർസാ ക്ലേക്ക്. അത് കാരണമാണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ പോർസ് ആയ കാരണം അതും ഒരു റീസൺ ആണ് ഈ പറഞ്ഞ തെർമൽ ഇൻസുലേഷൻ. പിന്നെ സൗണ്ട് ഇൻസുലേഷനും ഉണ്ട്. അതായത് നമ്മള് എറണാകുളത്ത് ഹയാത്തിന്റെ ഹോട്ടൽ ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ എടുക്കാൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ റൂം ആകുമ്പോൾ, പ്രത്യേകിച്ച് 5-സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്കുള്ള സൗണ്ട് ട്രാൻസ്മിഷൻ കുറഞ്ഞിരിക്കണം, അല്ലെ ഡിസ്റ്റർബൻസാണ്. അതെങ്ങനെയാണ് നമ്മുടെ സാധാരണ ഇതിൽ നമുക്ക് ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീടാകുമ്പം വെളിയിൽ ഒച്ചപ്പാടും ബഹളം കാണും. റോഡിന്റെ അടുത്താണെങ്കിൽ വെളിയിൽ നിന്നുള്ള അകത്തേക്കുള്ള സൗണ്ട് ട്രാൻസ്മിഷനും കുറഞ്ഞിരിക്കും. അതിനെല്ലാം റീസൺ ഇതിന്റെ ഈ ഡിസൈൻ കാരണമാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞാൽ കട്ടിംഗ് വേസ്റ്റ് വളരെ കുറവാണ്. ഇത്രയുള്ള ഇത് കട്ട് ചെയ്യാം, പൊടിഞ്ഞു പോകത്തില്ല മെറ്റീരിയൽ. ഇപ്പം നമുക്ക് ഈ ചെരിച്ച് കട്ട് ചെയ്യാം, എങ്ങനെ കട്ട് ചെയ്താലും മെറ്റീരിയൽ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ ടൈൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ പാൻ ചെയ്യുവാണെങ്കിൽ കാണാം, ഇത് വേസ്റ്റേജ് വളരെ കുറവാണ്. മറ്റേ ഇഷ്ടികയുടെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറെ പൊടിഞ്ഞിരിക്കുന്ന കാണാം. നമ്മൾ അതുകൊണ്ടിട്ട് എനിക്ക് സങ്കൻ പിന്നിറ്റ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെ വരുന്നില്ല, ആവശ്യമില്ല. അത് കാരണം മെറ്റീരിയൽ സേവിങ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു വർക്ക് സൈറ്റ് ആണ്. എല്ലാ സാമ്പിൾസും നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സൈറ്റും കൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുള്ളത്. ഒരുപാട് പീസുകൾ ഇവിടെ കാണുന്നത്, ഒന്നും വേസ്റ്റ് ആവില്ല അല്ലെ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്ല് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ കല്ല് അവൈലബിൾ ആണ്. പക്ഷെ കല്ല് എങ്ങനെ വ്യത്യസ്തമാവുന്നു, കല്ലിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നുള്ള ഒരു റീസൺ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ തന്നെ കാണാൻ പറ്റും, ജോയിന്റ്സിലൊക്കെ ചിലപ്പോൾ ചെറിയ പീസസ് വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പൊടിഞ്ഞു പോകും. അപ്പൊ കല്ലാകുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ പറയുമ്പോൾ അത് സോളിഡ് ആണ്, ഇതൊക്കെയാണ്. പക്ഷെ എങ്കിലും നമ്മളിതൊരു ഹീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട്, നമ്മളിത് ഫയർ ചെയ്ത് വരുന്നതായതുകൊണ്ട് നമുക്ക് ഏത് ഡയമെൻഷനിൽ എത്ര ചെറിയ പീസായിട്ടും കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ ചെറിയ മെറ്റീരിയൽ മതി. ഫിനിഷ്ഡ് ഒരു പ്രൊഡക്റ്റ് ആണ്. ഫിനിഷ്ഡ് ഇൻ ദ സെൻസ് നമ്മളിപ്പം കല്ലിലാണെന്നുണ്ടെങ്കിൽ അതിൽ പോറസ് ഉണ്ടാവും, ഹോൾസ് ഉണ്ടാവും, അണീവൺ ആയിരിക്കും. പിന്നെ അതിൽ കുറെ റീവർക്കുകൾ ഉണ്ടാവും. ആ സംഭവം നമുക്ക് പൊറോത്തമില്ല. കാരണം പൊറോത്തം നമ്മളിത് എങ്ങനെ കൊണ്ടുവരുന്നു അത് അതേപോലെ പ്ലാസ്റ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റർ ചെയ്യാണ്ടാണെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതാണ് നമ്മൾ മറ്റേ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്ലേ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിനകത്ത് ചെതല് വരുമോ എന്നുള്ളതാണ്. ചെതല് ഓടി കയറുമോ അതിനകത്ത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്റിംഗിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജും കൂടിയാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഹീറ്റ് ചെയ്യുന്നത് ഏകദേശം 1100 ഡിഗ്രി സെൽഷ്യസ്, 900 to 1100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ടെർമൈറ്റ് അറ്റാക്ക്, ചെതൾ എന്നൊരു വലിയ പ്രശ്നമാണ്. ആ ചെതള് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കിതിൽ ക്ലേ ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവുന്ന ഡൗട്ടാണത്. കാരണം അത് നമുക്ക് പൊറോത്തമിലാവുമ്പോഴത്തേക്കും ടെർമൈറ്റ് അറ്റാക്കോ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഫയർ ചെയ്യുന്നതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ. നമ്മുടെ കൂടെ ഈ വീടിന്റെ ആർക്കിടെക്ട് വാണിയാണുള്ളത്. ഡിസൈൻ സ്റ്റുഡിയോ ആണ് അവരുടെ ഫേമിന്റെ പേര്. ഇപ്പൊ ഈ ഒരു വീട് വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം നമ്മുടെ വ്യൂവേഴ്സിനും ഉണ്ടാവുക, എന്തുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് ചൂസ് ചെയ്തു എന്നുള്ളതാണ്.
നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും മാറിയിട്ട് കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് എന്നാൽ അവർക്ക് അഫോർഡബിൾ ആയ കുറച്ചുകൂടി നമ്മുടെ അറ്റ്മോസ്ഫിയറിനും അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനും ഉതകുന്ന ഒരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഒന്നാമത്. അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യണം, എന്നാൽ ഭംഗി ഒട്ടും കുറയാൻ പാടില്ല. അവർക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയോടെ ഏറ്റവും അനുയോജ്യമായ രീതിയിലും ഭംഗിയിലും ഒട്ടും കുറവ് വരാത്തുള്ള ഒരു മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പൊറോത്തമ്മിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തി. അതെ, പൊറോത്തമ്മിന്റെ 2 ബ്രിക്കുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്, VP ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു? ഒന്ന്, നമുക്കിതിൽ ഒരുപാട് വെയിറ്റ് മുകളിലേക്ക് വരുന്നില്ല. ഫസ്റ്റ് ഫ്ലോറിൽ താഴെയുള്ളത് അത്രയും സ്പേസസ് തന്നെ വരുന്നില്ല, കുറച്ച് സ്പേസസ് കുറവാണ്. പിന്നെ VPനേക്കാളും HP-യിലുള്ള ഈ ഒരു ഗ്രെയിൻസ് ആണ് അവർ കുറച്ചുകൂടി ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് 2 റീസൺ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് VP കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള എന്നുവെച്ചാൽ 2 നില 3 നിലയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് VP നമുക്ക് ഒബ്വിയസ്ലി ഓപ്റ്റ് ചെയ്യണം. പക്ഷേ HP ആയതുകൊണ്ട് ഇവർക്ക് അധികം മുകളിലേക്ക് അധികം വെയിറ്റ് വരാത്തതുകൊണ്ട് HP-യിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ HP-യിലേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു വീട് വളരെ ഭംഗിയായിട്ട് തന്നെ വരും, അതിന്റെ ഫിനിഷ് അങ്ങനെയാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോ 2 നിലയുള്ള വീട് തന്നെയാണോ? 2 നിലയാണ്. ഓക്കെ, നമ്മള് സൈറ്റിൽ വന്നപ്പോ ഇത് സപ്ലയറെ കൂടെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ രാമനാട്ടുകാരെയാണ് നമ്മളെ ബേസിൽ. രാമനാട്ടുകര ചെമ്മലിൽ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റില് അവിടെ മെയിൻ റോഡിൽ തന്നെ കാണാം, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, എല്ലാം അവിടെ കാണാം. 4th ബ്രേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള രാമനാട്ടുകാർ വന്നാൽ മതി അല്ലേ? അവിടെ VP അവൈലബിൾ അല്ലേ? എല്ലാം VP ഉണ്ട്, FB ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും സംശയം ഉണ്ടാവുന്നത് പ്ലംബിങ് പറ്റുമോ, വയറിങ് പറ്റുമോ, അതുപോലെ തന്നെ സ്ക്രൂ ഹോൾഡ് ചെയ്യോ, ഇങ്ങനെ സംശയങ്ങൾ അതൊക്കെ അവിടുന്ന് തീർക്കുന്ന എല്ലാം ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെമോ ഉണ്ട്, എല്ലാത്തിനും ഡെമോ ഉണ്ട്. അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർക്കാം. ഇതിൽ വയറിങ്ങിന്റെ കാര്യം എങ്ങനെയാണ്? ഇതിന്റെ ഒരു എല്ലാം നമുക്ക് അവിടെ ഡെമോ ചെയ്ത് അതായിരിക്കും നല്ലത്. പിന്നെ ആളുകൾക്ക് വേണമെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, പിന്നെ ടെൻഷൻ ഇല്ല. കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ബ്ലോക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ. കാരണം ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നല്ലൊരു കളർ അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ കൊണ്ടുവരാം. ഇന്നത്തെ കാലത്ത് ആർക്കിടെക്ട്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ചില കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിൽ നല്ലത് ഇതാണ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റീസ് പറയണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എഞ്ചിനീയറേയും ആർക്കിടെക്ചറേയും ഒക്കെ വിളിച്ച് കാണിച്ചത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു മേജർ പോയിന്റ് ഇതിന്റെ പ്രൈസാണ്. ചെങ്കല്ല് മാർക്കറ്റിൽ നിന്ന് വളരെ ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ ഇത് വില കൊടുത്ത് വാങ്ങണമെന്നുള്ള ചോദ്യം ചോദിക്കില്ല ആൾക്കാർ. പ്രൈസ് ഓരോ സ്ഥലത്തേക്ക് ഓരോ റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അതെ, ഓരോരുത്തർക്കും ഓരോ റേറ്റ്, മീൻസ് സ്ഥലത്തിനനുസരിച്ച് സപ്ലൈ. വയനാട് ആണെങ്കിൽ റേറ്റ്, താമരശ്ശേരി ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നായിരിക്കും വരിക അല്ലേ? അപ്പൊ അത് ലോഡിങ് അൺലോഡിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യോ? എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോ ആ ഒരു ഇഷ്യൂ സൈറ്റിലാണെങ്കിൽ നമ്മൾ ചെറിയ വണ്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ടെൻഷൻ ഫ്രീ ആണ്. നിങ്ങളുടെ വീടിന് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. 4th ബ്രേക്കിന്റെ മോഡലുകളാണ്. അപ്പോൾ താങ്ക് യു.